എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? കേരള സ്റ്റോറി 2 സിനിമ കേരളത്തെക്കുറിച്ചല്ല എന്ന് നിർമ്മാതാക്കൾ. കേരളത്തെക്കുറിച്ച് ആദ്യ സിനിമയിൽ പറഞ്ഞുവെന്നും ആ സത്യം അംഗീകരിക്കാത്തവരാണ് സിനിമയെ എതിർക്കുന്നതെന്നും നിർമ്മാതാവ് വിപുൽ അമൃത് ഷാ പറഞ്ഞു. അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലവ് ജിഹാദ് ഇരകൾ എന്ന് അവകാശപ്പെടുന്നവരടക്കം പങ്കെടുത്ത ദില്ലിയിലെ പ്രമോഷൻ പരിപാടിയിലാണ് പ്രതികരണം. നമ്പിശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ പോന്തി. അയ്യോ പോക്കിൽ ഊഹിക്കുന്നുടാ പട്ടി. यहाँ लेके नहीं आए क्योंकि पिछली बार मैंने हम विपुल जी ने बताया कि पिछली बार हमने 25 विक्टिम्स को केरला से लेके आए, इसकी वजह से इस बार नहीं लेके आए. എന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല, ഇത് അസൂയാണ്, മുഴുത്ത അസൂയ. केरल एक हाईली एजुकेटेड स्टेट है. आप यदि देखो जब तक है वहाँ क्राइम जब तक है लेडीज और पर्टिकुलर आप इस पर ही लेके പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന് കേരളവുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് സംവിധായകനും നിർമ്മാതാവും പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്? കേരളത്തിലെ ലവ് ജിഹാദ് ഇരകളെ കുറിച്ചായിരുന്നു ആദ്യ സിനിമ. കേരളത്തിലെ ഇരകളെ കുറിച്ചുള്ള തെളിവുകൾ യൂട്യൂബിലുണ്ടെന്നും രണ്ടാം സിനിമ ഇന്ത്യയിലാകെയുള്ള സമാന അനുഭവം പറയുന്നതാണെന്നും നിർമ്മാതാവ് വാദിക്കുന്നു. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. നിർബന്ധിത മതപരിവർത്തന കേസിൽ ഇവരെ വിവാഹം കഴിച്ചയാളെ നേരത്തെ കോടതി ശിക്ഷിച്ചിരുന്നു. നിർബന്ധിച്ച് മാംസം കഴിപ്പിച്ചതടക്കമുള്ള ആരോപണങ്ങൾ ഇവർ ഉയർത്തി. എന്നാൽ കേരളത്തിൽ നിന്ന് ആരും ഇക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അത് ഒരു അബദ്ധം പറ്റേ അമ്മാവൻ 10:45 കവലയെന്നൊരു ബസ്സുണ്ട്. അല്ലേ തന്നെ വാരഫലത്തിന് ഈ ആഴ്ച ഒരുത്തനെ തല്ലുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ എന്തിന് അപമാനിക്കുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. പ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് അണിയറ പ്രവർത്തകർ ഒഴിഞ്ഞുമാറി. പോടാ, നിർത്തി പോടാ. നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണാം. കേരളത്തെ അവഹേളിക്കാൻ എന്തിനു ശ്രമിക്കുന്നു എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല. 27-ന് റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടിയന്തരമായി പേര് മാറ്റണം എന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഇതൊക്കെ അനുവദിക്കുന്ന സെൻസർ ബോർഡ് അണ്ണനെ ഞാനൊന്ന് ബഹുമാനിച്ചോട്ടെ. ചേട്ടൻ 4 പൊറോട്ട 2 ബീഫ് ഫ്രൈ പിന്നെ ചില്ലുംകൂടിലേക്ക് 2 ഉണ്ടപ്പൊരി. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. അതിന്റെ എല്ലാ വീടുകളും